ಗಿಲ 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 ಗಿಲಗುನಾಗೆ ಗಿಲ 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 ಮಣಿಶೀಲೆ ಗಿಲ 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 ಗಿಲಗುನಾಗೆ ಗಿಲ 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 ಮಣಿಶೀಲೆ ಮಣಿನಾಗೆ ಗಿಲ ಗಿಲಗೆ ಗರಿನಾಗೆ ಗಿಲ ಗಿಲಗೆ ಪಾದಾಳ ಮಣಿನಾಗೆ ಗರಿನಾಗೆ ಗಿಲ ಗಿಲಗೆ ಗಿಲ 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 ಗಿಲಗುನಾಗೆ മോനെ മനു അയ്യോ മനു മനു മോനെ എനിക്ക് അയ്യോ കണ്ണ മോൻ എന്ത് പറ്റിയടാ എനിക്കടാ മനുവേട്ടാ എന്താ ഒരു പെട്ടെന്നുണ്ടായേ അറിയില്ല അവൻ എന്താ പറ്റിയേ അവൻ കണ്ണോർക്കുന്നില്ല മനു കണ്ണോർക്കടാ എനിക്ക് അച്ഛാ അച്ഛാ മനുവേട്ടനെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛാ അത് വൈദ്യൻ വിളിച്ചാ പോരെ പറ്റില്ല ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛാ പ്ലീസ് അച്ഛാ ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം പ്ലീസ് വരുണേ കിച്ചു വാ അവനെടുക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം ശരി അച്ഛാ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്ക് പൂജ മുടക്കണ്ട പൂജ മുടക്കിയാൽ അതിനടുത്തൊരു ദോഷം ഉണ്ടാവും ഞങ്ങൾ അവനെയും കൊണ്ട് പോയിട്ട് വരാം കേട്ടോ ഏട്ടാ ഞാനും വരാട്ടാ വേണ്ടടി നീ ഇവിടെ നിൽക്ക് നീയും കൂടെ വന്നാൽ ഇവർക്ക് ആകെ പേടിയാവും അറിയാലോ ഇവർക്കൊന്നും നിന്റെ പോലെ അത്രയും ധൈര്യമില്ല നീ അവരെല്ലാവരും സമാധാനിപ്പിക്കേ എന്നാലും ഏട്ടാ എന്റെ കുഞ്ഞിന് അവനൊന്നും വരില്ല നീ ചെല്ല് ഡോക്ടറിനെ കാണിച്ചിട്ട് എന്താന്ന് വെച്ചാ പറട്ടോ അച്ഛാ അച്ഛാ ഒന്ന് നിക്കോ എന്താ മോളെ അച്ഛാ ഞാനും വന്നോട്ടെ അച്ഛാ അത് മോളെ ഞങ്ങൾ 3 പേരും പോയാൽ മതി മോൾ ഇവിടെ നിൽക്ക് പൂജ മുടക്കണ്ട എല്ലാവരോടും അത് തന്നെയാ പറഞ്ഞത് നിൽക്കാൻ പക്ഷെ അച്ഛാ ഈ പൂജയുടെ ആവശ്യം എനിക്കില്ലല്ലോ നിങ്ങൾ കുടുംബക്കാർക്കല്ലേ വേണ്ടത് പ്ലീസ് അച്ഛാ ഒന്ന് ഞാനും കൂടി മോളും വാ കേറ് നന്ദി ഒരുപാട് നന്ദിയുണ്ട് അച്ഛാ മാഡം എൻ്റെ കുട്ടി അവൻ പെട്ടെന്നൊന്ന് തല ഇറങ്ങി വീണു ഇപ്പൊ എത്ര വിളിച്ചിട്ട് കണ്ണു ഓർക്കുന്നില്ല ഒന്ന് നോക്കുവോ ഡോക്ടർ റൗണ്ട്സിന് പോയിക്കാ നിങ്ങൾ തൽക്കാലം വേഗം അവരെയും കൊണ്ട് ഈ റൂമിലേക്ക് കയറ് ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം ശരി വേഗം ആവട്ടെ കേട്ടോ എന്താ ഉണ്ടായേ അത് പിന്നെ ഡോക്ടർ എന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് മനസ്സിലായില്ല അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു പെട്ടെന്ന് തല ഇറങ്ങി വീണു എന്താണെന്നൊന്ന് വേഗം ഒന്ന് നോക്കി പറയണം നിങ്ങൾ ഇവിടെ നിൽക്കൂ ഞാനൊന്ന് നോക്കട്ടെ ശരി ശ്രീകുട്ടി നീ ഇങ്ങനെ കിടന്ന് കരയാതെ അവിടെ പോയിരിക്കെ ഞങ്ങളെപ്പോഴത്തിനും അവൻ്റെ കാര്യങ്ങൾ നോക്കാം വേണ്ട ഞാനിവിടെ നിന്നുകൊണ്ട് അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ അവിടെ പോയിരുന്നേ സമാധാനായാലോടി നിനക്ക് അവൻ ഇങ്ങനെ കിടത്തിപ്പോ നീ ഒന്നും ചെയ്തില്ലെന്ന് പറയരുത് ദേവി നിനക്കറിയാവുന്നതാണ് നീ എന്ത് തെറ്റാ ചെയ്തേന്ന് നിന്നോട് ആരാ പറഞ്ഞത് അവന്റെ കൂടെ അമ്പലത്തിലേക്ക് കയറാൻ നിനക്കറിയാവുന്നതല്ലേ കയറിയാൽ എന്തുണ്ടാവാന്ന് എനിക്കറിയാം എന്നിട്ട് നീ എന്തിനാ അവനെ കൊലക്ക് കൊടുക്കുന്നത് ഇതല്ലാതെ വേറൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല നിനക്ക് അവനെ എല്ലാം ഓർമ്മിപ്പിക്കണമെങ്കിൽ വേറെ ഏത് വഴി കൂടെ ആവായിരുന്നു ദേവി പക്ഷെ ഇങ്ങനെ വേണ്ടായിരുന്നു അവരിതിലൂടെ അനുഭവിക്കാൻ പോകുന്ന വേദന എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അറിയാം എനിക്കെല്ലാം അറിയാം പക്ഷെ എനിക്ക് എന്റെ ദേവന് തിരികെ വേണം ഇതല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല നീയും അതിന് കൂട്ടി നിന്നതല്ലേ എന്റെ ദേവനെ സ്വത്താക്കാൻ നീ ഉണ്ടായിരുന്നതല്ലേ പറ്റില്ല ആർക്കും ഞാൻ വിട്ടതില്ല എങ്ങനെയായാലും ഞാൻ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് അവന്റെ ജീവൻ എടുത്തിട്ട് അവരത് മാത്രം ദേവി ഇനി നീ അവന്റെ അടുത്തേക്ക് വരണ്ട നിന്റെ സാന്നിധ്യം പോലും അവനെ നീ കൊല്ലും ഇനി നീ അവന്റെ അടുത്തേക്ക് വരണ്ട ഇവിടെ നിന്ന് എവിടെയെങ്കിലും പൊക്കോ
എവിടെങ്കിലുമൊക്കെ തിരിച്ചു പോകാനല്ല ഈ ദേവി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നു കയറിയത്. ഇതെല്ലാം എന്റെ ദേവന് സ്വന്തമാക്കാനാണെങ്കിൽ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാളി. എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ നീ വരണ്ട. ദേവി അവിടുന്ന് ഒരു കാര്യം മറക്കുന്നു. പുനർജന്മം എടുക്കുന്ന ഓരോ രൂപത്തിനും അതിൻ്റെതായ ശക്തി ഉണ്ടാവും. നിന്റെ ജന്മം ഇതുവരെ പുനർജന്മം എടുത്തിട്ടില്ല. എന്നാൽ ഈ കാളി അങ്ങനെയല്ല. കാളിയുടേത് 2ാം ജന്മമാണ്. അതിന് ഉശിരും ശക്തിയും കൂടും. മാത്രമല്ല അതിനെ നിന്നെ തോൽപ്പിക്കാനും കഴിയും. അന്ന് നിന്നെ കൊണ്ട് ഈ കാളിയെ കൊല്ലാൻ സാധിച്ചെങ്കിൽ അതുപോലെ തന്നെ ഈ കാളിക്കും ഈ ദേവി ഇന്ന് കൊല്ലാൻ സാധിക്കും. അത്രയും ശക്തിവാനും കരുത്തുറ്റവനായിരിക്കുന്നു ഞാൻ. എന്റെ ക്ഷമയെ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ശരിയായിരിക്കാം, എന്റേതൊരു പുനർജന്മമല്ല. എനിക്ക് ശക്തി ഉണ്ടാവില്ല. നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ സാധിച്ചേക്കാം. പക്ഷേ എന്റെ പ്രണയത്തിന്റെ ശക്തി, അതിനൊരിക്കലും നിന്റെ ശക്തികളെ കൊണ്ട് തടയാൻ സാധിക്കില്ല. അത് മാത്രം നീ മനസ്സിൽ ഓർത്താൽ മതി കാളി. നിന്റെ പ്രണയത്തെക്കാൾ എത്ര മടങ്ങ് ശക്തിയുള്ളതാണ് എന്റെ പ്രണയമെന്ന് നിനക്കറിയോ ദേവി? ഒരുപക്ഷെ ദേവൻ നിന്നെ സ്നേഹിച്ചിരിക്കാം. നിന്നെ സ്നേഹിക്കാതെ പോയത് എൻ്റെ മാത്രം വിധിയാണ്. പക്ഷേ എൻ്റെ പ്രണയം നിന്റെ പ്രണയത്തെക്കാൾ 1000 മടങ്ങ് ഉറച്ചതായിരുന്നു. ഈ കാളിയുടെ പ്രണയം ഈ കാളിയിൽ തന്നെ മരിച്ചു പോയിരുന്നു. പക്ഷേ പുനർജന്മം എടുത്തത് ഒരിക്കലും നിന്നെ കൊല്ലാനോ ദേവനെ കൊല്ലാനോ അല്ല, എൻ്റെ പ്രണയത്തെ സഫലീകരിക്കാൻ വേണ്ടിയാണ്. അത് നീ മറക്കണ്ട. ശരിയായിരിക്കാം കാളി, നീ എൻ്റെ സ്വാമിയെ ഒരുപാട് സ്നേഹിച്ചിരിക്കാം. പക്ഷേ എൻ്റെ പ്രണയത്തിൻ്റെ അത്രയും ആരുടെ പ്രണയവും മത്സരിച്ച് ജയിക്കില്ല. കാരണം ദേവിയുടേത് കാമത്തിൽ നിന്നുണ്ടായ പ്രണയമല്ല, സ്വാർത്ഥതയിൽ നിന്നുണ്ടായ പ്രണയമല്ല, വിരഹതയിൽ നിന്നുണ്ടായ പ്രണയമല്ല. ഇത് തികച്ചും 2 ആത്മാക്കൾ തമ്മിലുണ്ടായ പ്രണയമാണ്. ശരീരം വിടിഞ്ഞ 2 ആത്മാക്കളുടെ ദിവ്യമായ പ്രണയമാണ്. അച്ഛാ, മനുവിന് എങ്ങനെയുണ്ട്? മോനെ കാളി, മോനെന്താ ഇവിടെ അമ്പലത്തിൽ നിൽക്കാതെ? അത് പിന്നെ അച്ഛാ, മനുവിനെ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. നേരെ നിങ്ങളുടെ പിന്നാലെ വണ്ടിയും കൊണ്ട് വന്നു. ഞാനെന്നാ അകത്ത് കയറുന്ന കാണട്ടെ അവനെ. അയ്യോ മോനെ, ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛാ, ഞാനും ഡോക്ടറാ. എന്താ? ആ, ഞാനും ഒരു ഡോക്ടറാ. ഞാൻ ആ ഡോക്ടറിനോട് സംസാരിച്ചിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അച്ഛനോട് പറയാം. ആ കുഞ്ഞ്, എന്നാ ഒന്ന് വേഗം ചെല്ല്. ശരി. മോളെ ശ്രീകുട്ടി. അച്ഛാ പറച്ച, മനുവേട്ടൻ എന്തെങ്കിലും? അവനൊരു കുഴപ്പമുണ്ടാവില്ല കുട്ടി. ഡോക്ടർ നോക്കാൻ കയറിയിട്ടുണ്ടല്ലോ. അച്ഛൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. പറച്ച, എന്താ? മോളെ, ഏകദേശം ഒരാഴ്ചത്തെ പരിചയം മാത്രമല്ലേ മോൾക്ക് മനുവിനോടുള്ളൂ? അതെ അച്ഛാ. എന്തേ? അപ്പോ ഒരാഴ്ച മാത്രം പരിചയമുള്ളവർക്ക് വേണ്ടി എന്തിനാ നീ കണ്ണു നിറയ്ക്കുന്നത്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്തിനാ നീ അവന് വേണ്ടി ഇത്രയും പരിഭ്രമിക്കുന്നത്? എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ കാവൽ നിൽക്കുന്നത്? നിന്റെ മനസ്സിൽ ഉത്തരം എപ്പോൾ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. സൗഹൃദമോ പ്രണയമോ എന്തോ ആയിക്കോട്ടെ, ഉള്ളിൽ കൊണ്ട് നടക്കണ്ട, പറയാൻ നോക്ക്. അച്ഛാ, ഞാനത് എന്നെയല്ല ബോധിപ്പിക്കേണ്ടത്, അവനെയാ. അവനിൽ നിന്നും എന്തുത്തരമാണെങ്കിലും നീ അത് അക്സെപ്റ്റ് ചെയ്യണം, കേട്ടോ? അച്ഛനെന്നാ അങ്ങോട്ട് പോവാ. മോളോട് ഇരിക്കി. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഇയാളെങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിയത്? Please get out. Actually, doctor, I am Dr. Kali Gupta from Haveli Hospital. Oh, you're a doctor? Yes, I am. And doctor, ഈ കിടക്കുന്ന മനു എൻ്റെ കസിനാണ്. So, if you don't mind, let me treat him. Actually, Dr. Kali, we have some rules and regulations. പുറത്തു നിന്ന് ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ പേഷ്യൻറ്റിനെ ചികിത്സിപ്പിക്കുക? Yeah, I know, doctor. ഞാൻ ജോലി ചെയ്തോടത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൻഡ് എനിക്കറിയാം ഡോക്ടറിന് ഇപ്പോഴും എന്നെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. ദിസ് ഈസ് മൈ കാർഡ്. പ്ലീസ്, ഞാൻ ഇവനൊന്ന് പരിശോധിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം. ഒന്ന് പുറത്തേക്ക് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ബട്ട് സ്റ്റിൽ ഡോക്ടർ, ഇഫ് യു സ്റ്റിൽ ഡോണ്ട് ബിലീവ് മീ, ആസ്ക് യുവർ ഡാഡ്. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ ഇവൻ്റെ പാരൻസിന് എന്നെ പ്രശ്നമില്ലെങ്കിൽ താങ്കൾ തന്നെ നോക്കിക്കോളൂ. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്കോ നേഴ്സിനോ ഈ ഹോസ്പിറ്റലിനോ അതിൽ പങ്കില്ല എന്ന് പറഞ്ഞേക്കണം. Sure, doctor. Okay then, we are leaving. Okay. അതിലേരി കുന്നിലേ മണിനാഗക്കാവിലേ വിഴിവോട്
യന്ത്രങ്ങൾക്കോ മരുന്നുകൾക്കോ നിന്നെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല ദേവ. അതിന് ഈ കാളിയുടെ ശക്തി തന്നെ വേണം. ദൈവത്താരേ, ദൈവത്താരേ. കരളിന്റെ കുമ്പിളിൽ ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. പിൻകലം വാസുകീം ശേഷം പത്മനാദം ശകംപലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. ഞാൻ എവിടെയാ? കളി കളി ഇത് താൻ എവിടെ? ഞാനെന്താ ഹോസ്പിറ്റലിൽ? എനിക്കെന്താ പറ്റിയ? ഹേ മനു, കാം ഡൗൺ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവന കാളി? കുറച്ചു നേരം മുമ്പ് വരെ ഞാൻ അമ്പലത്തിലായിരുന്നില്ലേ? ഞാൻ എങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നു? ഓക്കെ ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ താൻ നല്ല രീതിക്ക് കിതയ്ക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ബ്രീത്തേ, എന്നിട്ട് ഞാൻ സാവധാനം പറഞ്ഞുതരാം. ഇല്ല, ഐ എം ഓക്കെ നൗ. പ്ലീസ്, എന്താ പറ്റിയത്? അത് മനു, തനിക്ക് പാനിക് അറ്റാക്ക് വന്നതാ. പാനിക് അറ്റാക്കോ? എനിക്കോ? എന്തിന്? അതെനിക്കറിയില്ല. തനിക്ക് എങ്ങനെ വന്നെന്ന് തനിക്കല്ലേ പറയാൻ പറ്റൂ. അമ്പലത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ തനിക്ക് എന്താ ഫീൽ ചെയ്തത്? തൻ്റെ മനസ്സിനെയോ തലയോ നിയന്ത്രിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തനിക്ക് തോന്നിയിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വല്ലാതെ ചൂടെടുക്കുന്ന പോലെ തോന്നി. തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം, ഭയങ്കര ഇരുട്ട്. മനസ്സിലൂടെ കുറച്ച് രൂപങ്ങളൊക്കെ കടന്നുപോയി. ആ രൂപങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ മനു? ഉണ്ട്, നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ കണ്ടത് നിങ്ങളെയാണ്. എന്നെയോ? എന്ന് പറയുമ്പോൾ കാളി, ദേവി, ഞാൻ, പിന്നെ ഒരാളെ കൂടി കണ്ടു. അതാരാന്ന് എനിക്ക് വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്തുണ്ടായിട്ടും എൻ്റെ ഓർമ്മയിൽ വന്ന രൂപങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. എന്നുവെച്ചാൽ വസ്ത്രധാരണ പൂർണ്ണമായും ഇവിടെ നിന്ന് വ്യത്യസ്തമുണ്ടായിരുന്നു. പിന്നെ ചുറ്റിലും പാമ്പുകളുണ്ടായിരുന്നു. പിന്നെ ആ സ്ഥലം ശരിക്കും നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു. ഇങ്ങനെ മുന്നെപ്പോഴെങ്കിലും മനു കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ആ സ്വപ്നം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം ആ സ്വപ്നം ഒരിക്കലും എന്നെ ഭയപ്പെടുത്തിയിരുന്നില്ല. ചുറ്റും പാമ്പുണ്ടെങ്കിലും ഒരു കണ്ണും ഒരു ചുണ്ടും എന്നെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഭയാനകമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. ആ സ്വപ്നങ്ങളൊക്കെ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഉള്ളിൽ എന്തോ ഭയം, എന്തോ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നലുണ്ടാക്കി. മനു പേടിക്കണ്ട. അത് ചില മനുഷ്യർക്ക് ഇങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ വരും. അതങ്ങനെ വിട്ട് കളഞ്ഞേക്കുക. പിന്നെ മനു ഇങ്ങനെ വീണ കാരണം പേടിച്ചതുകൊണ്ട് അച്ഛനൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാനവരെ അകത്തോട്ട് വിളിക്കാം. മനു അവരോട് സംസാരിക്കേ. അയ്യോ, അപ്പോൾ എല്ലാവരും പൂജ നിർത്തി കാണുമല്ലോ? ഇല്ല, അച്ഛൻ എല്ലാവരോടും പൂജ നിർത്തണ്ടെന്ന് പറഞ്ഞു. അച്ഛനും പിന്നെ വരുണും കിച്ചുവും മാത്രമേ ഉള്ളൂ. എന്നാ അവരോട് അകത്തോട്ട് വരാൻ പറയൂ. ശരി എന്നാ. അച്ഛാ, കിച്ചു, വരുൺ, നിങ്ങൾ അകത്തോട്ട് ചെല്ലോ. അവൻ കണ്ണു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മഹാദേവ, എൻ്റെ കുഞ്ഞിനെ നീ കാത്തല്ലോ. വാ മക്കളെ. നീ ഇതെങ്ങോട്ടാ? മനുവേട്ടനെ കാണാൻ. വേണ്ട, എനിക്കൊന്ന് കാണണം. നിന്നോടല്ല ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. നീ അകത്ത് കയറിയ അവനൊന്നും കൂടി വയ്യാതെയാവും. ഇല്ല, എന്റെ ദേവൻ ഒരിക്കലും എന്നെ കണ്ട വയ്യാണ്ടാവില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തന്നെ വരും. എനിക്ക് വിശ്വാസമില്ല. നീ ഇവിടെ നിന്നാൽ മതി. നിന്നെ എതിർത്ത് സംസാരിക്കാൻ എനിക്കിപ്പോ കഴിയില്ല. അതും പറഞ്ഞ് ഞാൻ ഭീരുവാണെന്ന് നീ കരുതണ്ട. എന്റെ ദേവൻ എന്നെ ഓർക്കുന്ന നിമിഷം നീ തീരും. എന്നാ ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം. മോനെ, മനു, കുഞ്ഞെ, നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? എനിക്ക് ഓക്കെയാണ് അച്ഛാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എടവേ, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എനിക്കറിയാൻ പാടില്ലടാ. പെട്ടെന്ന് എന്തോ ഇരുട്ട് മൂടിയതാ. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു എന്താ പറ്റിയെന്ന്? പാനിക് അറ്റാക്കാന്ന്. പാനിക് അറ്റാക്കോ? നിനക്കോ? എന്തിന്? അറിയത്തില്ല. ഞാനൊരു മൃഗ ഡോക്ടറായിപ്പോയി. മനുഷ്യ ഡോക്ടർ വല്ലതായിരുന്നെങ്കിൽ കണ്ടുപിടിച്ച് തന്നേനായിരുന്നു. കാളിയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, കാളി ഇത് മാത്രാന്ന് പറഞ്ഞോളൂ. ഡിസ്ചാർജ് എങ്ങനെയാ മോനെ? അറിയത്തില്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞേക്ക്. 2 ദിവസം കിടന്നാലും നിനക്കെന്താ? എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ ഇഷ്ടമല്ല.
ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൊണ്ട് കിടത്തുന്നത് അതിനേക്കാൾ വലിയ ഇറിറ്റേഷൻ എനിക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വേഗം ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് വന്നാൽ മതി. അല്ല മോനെ, ശ്രീകുട്ടി മോൾ എന്തേ? ശ്രീകുട്ടിയോ? ദേവി വന്നിട്ടുണ്ടോ? ഉവ്, നീ തലയിറങ്ങി വീണപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ കാറി പിടിച്ച് വന്നതാ. കൊച്ചിങ്ങോട്ട് കയറിയില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് തരാം. വേണ്ട, നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. മോളങ്ങോട്ട് കയറട്ടെ. പിന്നെ മനു, അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ, പറ. ഒരച്ഛനും സ്വന്തം മോനോട് ഇങ്ങനൊന്നും സംസാരിക്കില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. ദേവിക്ക് നിന്നോട് എന്തോ ഉണ്ട്. ദേവിക്ക് എന്നോട് എന്തെന്ന്? ഇഷ്ടമോ പ്രണയമോ സൗഹൃദമോ എന്തോ ഒന്ന്. പക്ഷേ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ പ്രണയമാണെന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എടാ, അങ്ങനെ ആരും നിനക്ക് വേണ്ടി കരുതാൻ ഞാൻ കണ്ടിട്ടില്ല. അതേ മനു, സത്യം. അവള് ഇവിടുന്ന് മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവിടെ കൊണ്ടിരുത്തിയത്. അതെ, എനിക്കും തോന്നാണ്ടില്ല. നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. ആ കണ്ണീരിൽ തന്നെ അവൾക്ക് നിന്നോടുള്ള പ്രണയം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അവൾ ഒറ്റയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് തരാം. നിങ്ങൾ സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ഒത്തുതീർപ്പെടുക്ക്. പിന്നെ മനു, നിനക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ കുഞ്ഞിനെ കരയിപ്പിക്കാതെ വേണം പറഞ്ഞു തീർക്കാൻ, കേട്ടോ? ശരി അച്ഛാ. ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ശ്രീകുട്ടി, മനുവിനെ മോളെ കാണണമെന്ന്. അകത്തേക്ക് ചെല്ല്. ആ ശരി അച്ഛാ. മനുവേട്ടാ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ ദേവി, വരൂ. മനുവേട്ടാ, ഇപ്പോൾ ഓക്കെ അല്ലേ നിങ്ങൾ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? മനുവേട്ടാ, എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, എനിക്ക് വേണ്ടി ഇത്രയും പരിഭ്രമിക്കാൻ നീ എൻ്റെ ആരാ? എന്തിനാ ആ താമരപ്പൂ പോലുള്ള കണ്ണുകൾ എനിക്ക് വേണ്ടി നനച്ചത്? ഞാൻ അത് പറയാൻ ഒന്നും കിട്ടുന്നില്ലല്ലേ? ദേവി എന്നെ പ്രണയിക്കുന്നുണ്ടോ? മനുവേട്ടാ. പേടിക്കാതെ. എനിക്ക് ചെറിയൊരു സംശയം തോന്നി, അത്രേ ഉള്ളൂ. ദേവി പെട്ടെന്നൊന്നും ഉത്തരം പറയണ്ട. സാവധാനം ആലോചിച്ച് ഇപ്പോൾ ദേവിയുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ കടന്നു പോകുന്നേ അതൊക്കെ വിട്ട് എന്നോട് തുറന്നു പറയണം, കേട്ടോ? ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മനുവേട്ടൻ എന്ത് പറയും? ഞാൻ എന്ത് പറയണം? അത് മനുവേട്ടൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എങ്കിൽ ഞാൻ പറയും, ഈ പെണ്ണിനെ എനിക്കിഷ്ടമാണെന്ന്. കൂടുതൽ നേരം അതാലോചിച്ച് സമയം കളയാതെ പെണ്ണെ, പോയി എനിക്ക് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവാ. ഇപ്പം എടുത്തുകൊണ്ട് വരാം. ഹലോ ഏട്ടാ. ദേവ, എത്ര നേരമായിടാ ഞാൻ നിന്നെ വിളിക്കുന്നു. മനുവിനിപ്പോ എങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതേട്ടാ, ഫോണൊന്ന് സൈലന്റിലാക്കിയതാ, ഹോസ്പിറ്റലല്ലേ എന്ന് വിചാരിച്ചിട്ട്. അവനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഡിസ്ചാർജ് ഡോക്ടർ ഈ തന്നിട്ടുണ്ട്. ഞങ്ങളിത് അങ്ങോട്ട് വരുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞേക്ക് ആരോടും പേടിക്കണ്ടെന്ന്. ആടാ, നിങ്ങളെന്നാ അങ്ങോട്ട് വേഗം വാ. പിള്ളേരെ, ഇന്ന് ഇറങ്ങാല്ലേ? വീട്ടിലെല്ലാവരും പേടിച്ചിരിക്കുന്നുണ്ട് ഇവൻ്റെ ഈ കണ്ടീഷൻ കാരണം. ഇനി അവിടെ പോയിട്ട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും എന്താന്ന് വെച്ചാൽ നീ വാങ്ങിച്ചോ. ആഹാ, അച്ഛൻ ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്കറിയാൻ പാടില്ല. എന്തായാലും അവര് നിന്നെ കുറ്റപ്പെടുത്താണ്ടിരിക്കില്ല. അനുഭവിക്കാം, കേൾക്കാം, പോവാം. ഓക്കെ? ഓക്കെ. അമ്മ, ദേ അവര് വന്നു. കേരള മനു പുറത്തു നിന്നേടാ. ഞാനിതൊന്ന് ഒഴിഞ്ഞു കേട്ടിട്ടെ. എത്ര പേരെ കണ്ണ് കേട്ടിട്ടുണ്ടാന്ന് അറിയാൻ പറ്റില്ല. അതെ, ചുറ്റിലും അസൂയക്കാരാ. ആന്നേ, അല്ലെങ്കിൽ പിന്നെ അത്രയും നേരം ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞിന് എങ്ങനെയാണ് അമ്പലത്തേക്ക് ഒരു കുറച്ച് നിമിഷത്തിനുള്ളിൽ തല ഇറങ്ങി വീഴുന്നത്? ഇതെന്തോ ചാത്തന്റെ കളിയാന്നേ. അല്ലെങ്കിൽ ഇത്ര നാൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. സത്യം. എടാ, ഡോക്ടർ എന്താ മോനെ പറഞ്ഞത്? അതിന് നിങ്ങൾ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ. എന്നാ പറ. അത് കുറച്ച് രക്തക്കുറവുണ്ട്. രക്തമില്ലാത്ത കാരണമാ തല ഇറങ്ങിയത്. കണ്ടോ ഞാൻ പറയാറുള്ളതല്ലേ, നല്ല നല്ല പച്ചക്കറികൾ ഉണ്ടാക്കി തരുമ്പോ അവന് കഴിക്കാൻ മടി. ഇപ്പൊ നോക്കി, ഇനി നിനക്ക് ഭക്ഷണം തരാണ്ട് ഞങ്ങൾ വിടാൻ പോകുന്നില്ല. കുറച്ച് നാളത്തേക്ക് സ്കൂളിലും പോണ്ട, ഇവിടെ നിന്നാൽ മതി. ഈ അമ്മ എന്താണ് ഈ പറയണത്? ഏട്ടൻ സസ്തി ബുക്കല്ലേ? ആ ഏട്ടൻ
ഒരു ചിക്കനും മീനും തിന്നണം ഞങ്ങൾ കണ്ടിട്ടില്ല. പച്ചക്കറി മാത്രം തിന്നുന്ന ആ ഏട്ടന് ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അപ്പൊ ഡോക്ടർ അതല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ അത് തന്നെ ആയിരിക്കും ഇവൻ കഴിക്കാണ്ട് ഇനി പോണ്ട. ഹാ, നന്നായിട്ടുണ്ട്. നിനക്കുള്ള കുഴി നീ തന്നെ കുഴിച്ചു. ഏത് നേരത്താണാവോ രക്തമില്ലെന്ന് പറയാൻ തോന്നിയത്. ഷെടാ അമ്മ, ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അത് വേറൊന്നും അല്ലടാ, മനുവിന്റെ നാളായില്ലല്ലേ. അപ്പോ നാഗറാണിയുടെ ആ സാന്നിധ്യം അറിഞ്ഞത് കൊണ്ടായിരിക്കണം അവന് ആ ചൂട് പറ്റി കാണില്ല. അതൊന്നും അല്ല അമ്മേ, അല്ല ചാത്തനാവും. എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുക അല്ലേ ദുർഗാദേവി? മുത്തശ്ശി ഒന്നുമില്ല. പിള്ളേരെല്ലാവരും അകത്തേക്ക് വാ, എന്തെങ്കിലും കഴിക്കേ. കുറെ നേരമായില്ലേ നിങ്ങൾ പോയിട്ട്. ആ ദാ വരുന്നു മുത്തശ്ശി. നാഗക്കുളത്തെ അമ്പലം തുറക്കണമെങ്കിൽ ഉത്സവമാണെന്നല്ല പറയുന്നത്. പക്ഷേ അത് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൂട്ടും. അതിനേക്കാൾ മുമ്പ് നമുക്കൊരു ഫേക്ക് താക്കോൽ ഉണ്ടാക്കണം. ആ താക്കോല് മനുവിൻ്റെ റൂമിലായിരിക്കും ഉണ്ടാവുക. നീ പോയി അതെടുത്തുകൊണ്ട് വരണം കേട്ടോ. കാളി പറയാതെ നമുക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ആരാട് ഈ കാളി? അവൻ വന്നന്ന് മുതൽ ആ മനുവിൻ്റെ പിന്നലെ നടക്കലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഈയിടെ പൊട്ടന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, കാളിക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നേടിയിരിക്കും പുള്ളി. അതിനുവേണ്ടി മനുവിനെ വല്ല ചാക്കിട്ട് പിടിക്കുന്നതാവുന്ന്. അവനെ പുറത്താക്കി നമുക്ക് എടുക്കാൻ വേണ്ടി വല്ല സന്ദർഭം ഒപ്പിക്കണുണ്ടാവും അവൻ. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീ പോയി അന്വേഷിച്ചിട്ട് വാ. ആ ഞാൻ പോവാ. ചേഞ്ച് വേണം, ചേഞ്ച്. ഈ ജ്യോതിയോട് ചേഞ്ച് വേണമെന്ന് പറയാൻ അവൻ ആരാ? എന്റെ ഫാൻസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റും എന്റെ സ്റ്റോറിയും എന്റെ സ്റ്റാറ്റസും ഒക്കെ ഇവന്മാരുടെ കമന്റ്സ് ആയിരിക്കും. എല്ലാവരും പോയിട്ട് അവന്മാരെ പൊതിയട്ടെ. ഈ ജ്യോതിയുടെ മുമ്പിൽ നിന്നും മോഷ്ടിക്കാനായോ അവൻ? മനുവിന്റെ റൂമിൽ കിടന്ന് എന്താ ഈ ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ കയ്യോടെ പൊക്കാം, ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോകും. ഇപ്രാവശ്യവും താക്കോലാവോ? ഹേ കള്ള, ഹാൻഡ്സ് അപ്പ്. എന്റെ ഈ ഒരു തോക്ക് കൊണ്ട് വെടിവെച്ച നിന്റെ തലയുടെ അപ്പുറത്ത് കൂടി ഇപ്പുറത്തേക്ക് വരും ഉണ്ടാ. ഈശ്വര, ഇതേതാ തോക്കോ? തോക്കോ? ഹാ, തോക്ക് കണ്ടിട്ടില്ലേ? ഇത് AK-47. കുട്ടികൾ തോക്കൊന്നും എടുത്ത് കളിക്കാൻ പാടില്ല. ഞാൻ കുട്ടിയല്ല, എനിക്ക് 24 വയസ്സുണ്ട്. ഓ, എന്നാലും തോക്കെടുത്ത് കളിക്കരുത് പെൺകുട്ടികൾ. അതിന് പെൺകുട്ടികൾക്ക് എന്താ കോമ്പുണ്ടോ? നിനക്കൊക്കെ എന്താടാ? ദൈവമേ, ഇവള് ഫെമിനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. എന്താ ഇപ്പൊ പറയാ? ഞാൻ കള്ളനല്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇതൊക്കെ ഇങ്ങനെ എടുത്തിടുന്നത്? അതിന്റെ ഉള്ളിലൊക്കെ തപ്പുന്നത് മനു പറഞ്ഞിട്ടാണോ? മനു പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു സാധനം കാണാതെ പോയി. എന്നെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ സാധനങ്ങൾ എങ്ങനെയാ ഇവിടെ കളഞ്ഞു പോകുന്നേ എന്ന് പറഞ്ഞ നീ കള്ളനല്ലേ? നീ താക്കോൽ മോഷ്ടിക്കാൻ വന്നതല്ലേ? ഇവൾക്ക് ഇതെങ്ങനെ? അയ്യോ, ഞാനൊന്നും മോഷ്ടിക്കാൻ വന്നതല്ല. ഞാൻ ജ്യോതിയുടെ ഫാനാ. ആരുടെ? ജ്യോതി, ദ യൂട്യൂബർ ജോയ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയുടെ ഫാനാ. ഓ, അപ്പോ താൻ ജ്യോതിയുടെ വീഡിയോ ഡെയിലി കാണാറുണ്ടോ? ഓ, കാണാറുണ്ട്. ഇപ്പോൾ നീ ശരിക്കും കള്ളനാടാ. നിനക്ക് ജ്യോതിയെ മനസ്സിലായില്ലെന്ന്. ഞാനാട്ടെ ജ്യോതി. ഓ നോ, ഞാൻ പെട്ട്. ഞാൻ ഇപ്പോ ഒച്ചയുണ്ടാക്കും. ജ്യോതി, കാളി. ജ്യോതി, അതെന്റെ കൂട്ടുകാരനാ. ഞാൻ മനുവിന്റെ റൂമിൽ പോയിട്ട് എൻ്റെ ഒരു സാധനം എടുക്കാൻ പറഞ്ഞു വിട്ടതാ. പക്ഷെ അവൻ പറഞ്ഞു എന്റെ ഫാനാണെന്ന്, എന്നിട്ട് എന്നെ അറിയില്ലെന്ന്. അയ്യോ, അങ്ങനെയല്ല ജ്യോതി, ഞങ്ങളൊക്കെ ഇവരെ ഫാനാക്കി. പക്ഷെ ഇവൻ ഇതുവരെ നിന്റെ വീഡിയോ കണ്ടിട്ടില്ല. അതെന്താ? അത് അവന്റെ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. ഓ നോ. എന്നാലും നിങ്ങൾ ഫാനായിട്ട് എന്നിൽ നിന്ന് ഒരു സെൽഫി പോലും ചോദിച്ചില്ലല്ലോ. അയ്യോ ജ്യോതി, അത് കുറച്ച് തിരക്കിലായതുകൊണ്ടാ. പക്ഷെ എങ്കിലും ജ്യോതിയുടെ സോങ്സിൻ്റെയും ജ്യോതിൻ്റെയും ഒരു വലിയ ഫാനാണ് ഞങ്ങള്. ഞങ്ങൾക്കൊരു സെൽഫിയും ഒരു സോങ്ങൊക്കെ ഒന്ന് പാടിത്തരുമോ?
അതിനെന്താ ജ്യോതിക്ക്, അതിന് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ എത്ര സെൽഫി വേണമെങ്കിലും എടുത്തോ. പാട്ട് ഞാൻ ഇപ്പൊ പാടിത്തരാമേ. ടിൻ ടിരിൻ ടിൻ 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 ടിരിൻ ടിൻ ടിൻ. കെട്ടിപ്പൂരിടാ കണാല കണ്ടപാടി കെട്ടിപ്പൂരിടാ. കട്ടിൽ വാരി പോട് പോരേടാ, വഴിയിലെ കെട്ടിവിട്ട് കെട്ടിപ്പൂരിടാ. ജ്യോതി 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 നിർത്ത് നിർത്ത് നിർത്ത്. ഈ ലിറിക്സിന്റെ മീനിങ് നിനക്കറിയില്ലേ? ഇല്ല, വരുണിനോട് എനിക്കൊരു തമിഴ് സോങ് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ വരുൺ പഠിപ്പിച്ചു തന്നതാ. ഇനി ഒരിക്കലും അവൻ്റെ അടുത്ത് പോയിട്ട് തമിഴ് സോങ് പഠിപ്പിച്ചു തരാൻ പറയരുത് കേട്ടോ. അതെന്താ? അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. എന്റെ മുത്തകാവ് കിട്ടേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവളെവിടെ? എന്റെ ആഞ്ജനേയ സ്വാമി, ഇവൾ എന്തിന് ഇവന്റെ പിന്നാലെ കയറി നടക്കുന്നേ? ഓ, കൂടാതെ സെൽഫി എടുക്കുന്നു. എന്താ ചിരിച്ചുള്ള സംസാരം. നിനക്ക് ഞാൻ ശരിയാക്കി തരാടി. ജ്യോതി, എന്താ വരുൺ? എനിക്ക് കിട്ടേണ്ട മരുന്ന് കിട്ടിയില്ല. മരുന്ന്? ജ്യോതി മറന്നു പോയതാ. ഇപ്പൊ തരാം, ദാ വരുന്നു. ഇങ്ങോട്ട് വരൂ വരുൺ. എനിക്ക് വേണ്ട മരുന്ന്. അതെന്താ വരുൺ? നിനക്ക് സെൽഫി എടുക്കാനും വർത്താനം പറയാനൊക്കെ വേറെ ആൾക്കാരായില്ലേ? ഇനിയിപ്പോ ഞാൻ എന്തിനാ? അയ്യോ വരുൺ, യു മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അവരെന്റെ ഫാൻ ആയതുകൊണ്ട് സെൽഫി നിന്ന് എടുത്തതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ലെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. വരുൺ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ജ്യോതി ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. നീ അവന്റെ കൂടെ പോയി സെൽഫി എടുത്തിട്ട് വാ. എനിക്ക് ഒന്നും വേണ്ട. ഒന്നോ വരുൺ, അങ്ങനെ പറയില്ലേ വരുൺ. വരുണിന് മരുന്ന് തന്നില്ലെങ്കിൽ ജ്യോതിക്ക് സമാധാനം ഉണ്ടാവില്ല. അതെന്താ ജ്യോതിക്ക് സമാധാനം ഉണ്ടാവാത്തെ? നിന്റെ ആഗ്രഹം അത് തന്നെയല്ലായിരുന്നു, എന്നിൽ നിന്നും എസ്കേപ്പ് ആവാന്ന്. അയ്യോ, വരുണിനോട് ആരാ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞത്? ഞാൻ എസ്കേപ്പ് ആവില്ലല്ലോ, കാരണം എനിക്ക് വരുണെ ഇഷ്ടമല്ലേ. ഐ ലവ് യു. എന്താ? ഒന്നു ജ്യോതി, നീ പെട്ടു. ഒന്നുമില്ല. നിന്നെ ഞാൻ പിടിച്ചോളാടി കുഞ്ഞിപ്പുഴു. എന്താ? ഞാൻ ഇപ്പോഴും മിണ്ടില്ല കേട്ടോ. കേട്ടു. എന്നിട്ട് നിനക്കെന്താ ഒരു കുലുക്കും ഇല്ലാത്ത? സൗകര്യമില്ല, അതുകൊണ്ട്. ഓ, ഇപ്പൊ മനസ്സിലായി. നിനക്ക് എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. നിനക്ക് എന്നോട് ഫേക്ക് ലവ് ആണ്. ആണ് ജിത്തു. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? 2 ആഴ്ചയായി അവള് പബ്ലിക്കായി ഞാൻ കിസ് തന്നില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട്. ഈ 2 ആഴ്ച ഞാൻ നിന്റെ പിന്നാലെ നടന്നു. എന്നിട്ട് നിനക്ക് മിണ്ടാൻ വയ്യ അല്ല? നോക്കു ചാരുമ്മ, ഇപ്പോ നമുക്ക് ഇതാണ് സേഫ്. ബൈ ചാൻസ് ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ തീർന്നില്ലേ? ഞാൻ പതുക്കെ നിന്റെ ഏട്ടനെ കയ്യിലെടുക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം കേട്ടോ. ഇനിയും നീ മിണ്ടാനൊരു ഭാവമില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരാഴ്ച നടത്തില്ല. വേണ്ട, ഞാൻ മിണ്ടി. കിച്ചേട്ടാ. മാളൂസേ, എന്താടാ? എന്താ ഏട്ടാ പരിപാടി? ഒന്നില്ലടാ, കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കാൻ കുറച്ച് പേര് പേര് തന്നിട്ടുണ്ട്. ആഹാ, ഞാൻ സഹായിക്കണോ? വാ, വന്നിരിക്കേ. ഓക്കേ. ഇതില് മഞ്ഞൾ ചാർത്ത് പറഞ്ഞവരുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ഓർഡറിൽ നീ എഴുതിട്ടോ. ഓക്കേ. ഇവളെന്തിനാ ഇത്ര അടുത്തിരിക്കുന്നത്? അല്ല, അതെനിക്കെന്താ കുഴപ്പം? കിച്ചുവേട്ടാ. ജാനു, എന്താ? ഇപ്പോ ഫ്രീ ആണോ? അല്ല, എങ്കിലും ജാനു പറഞ്ഞോളൂ. അല്ല, ചുമ്മാ ബോറടിച്ചു, അതുകൊണ്ട് നടക്കാൻ ഇറങ്ങാന്ന് കരുതി. ഓ, എങ്കി വാ, നമുക്ക് നടക്കാം. അപ്പോ ഫ്രീ അല്ലെന്ന് പറഞ്ഞിട്ട്? അത് അത്രയും ടൈം ഒന്നും വേണ്ട, ഞാൻ മാളുനോട് പറഞ്ഞിട്ടുണ്ട്. ഇയാള് വാ. ഓക്കെ. കിച്ചുവേട്ടാ. ഓ, മാളുവിന് കിച്ചുവേട്ടന് ഇഷ്ടാണോ? എന്താ അങ്ങനെ തോന്നാൻ? അല്ല,
എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി. അയ്യോ, അങ്ങനൊന്നും ചിന്തിക്കല്ലേ. അവൾക്ക് ഞാനും എനിക്ക് അവളും സഹോദരങ്ങൾ മാത്രമാണ്. ഹാവൂ, ഇപ്പോഴാ സമാധാനായേ. എന്തിന്? ഒന്നുമില്ല, വാ അങ്ങോട്ട് വാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ, എന്നെ ധിക്കരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് അവസാനം കുഴിയിൽ തന്നെ ചാടും. അതുകൊണ്ട് സാവധാനം, എല്ലാ ക്ഷമയോടെ കാത്തിരിക്കെ. സമയമാകുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ സാധനം എടുത്തു തരും. അത് പിന്നെ ഇയാള് ആ മനുവിന്റെ പിന്നാലെ നടക്കല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാ. അതും പറഞ്ഞ് അവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ മനസ്സിൽ ഓരോ പ്ലാൻ ഞാൻ കൂട്ടുന്നുണ്ട്. അതനുസരിച്ച് നടന്നില്ലെങ്കിൽ ഇന്ന് ആ ജ്യോതിക്ക് പകരം വല്ല ബുദ്ധിയുള്ളവർ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരുത്തം പെട്ടുപോകും. സോ ബി വെയിറ്റ് till I say yes. தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க. ഹേ മനു. കാളി, എന്താ? അല്ല, ഇതെങ്ങോട്ടേക്ക് ധൃതി പിടിച്ച്? അത് ഈ തറവാട്ടിക്ക് നമ്മുടെ ഉത്സവമല്ലേ വരുന്നത്. അപ്പോൾ ഒന്ന് കളിക്കാൻ വേണ്ടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അമ്മമാരും പിള്ളേരും പോയിട്ടുണ്ട്. കൂടെ ദേവിയുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് പോയി കാണാമെന്ന് കരുതി. ഓ, എന്നാ ഞാനും വരട്ടെ? ഇയാള് വാ, വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് കറങ്ങാം. ഓക്കെ ഓക്കെ. എന്താ കാളി? അല്ല മനു, ഇയാള് സിംഗിൾ ആണോ? അതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അല്ല, ഇത്രയും സൗന്ദര്യം വെച്ചിട്ട് താനിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലടോ. അങ്ങനെ പറഞ്ഞ പ്രേമൊന്നും ഇതുവരെ ഇപ്പൊ ഇല്ല. ഇനി ഉണ്ടാവുമെന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ പെൺകുട്ടികളൊന്നും പിന്നാലെ നടന്നിട്ടില്ലേന്നോ? ഈ നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരും എൻ്റെ പിന്നാലെയാണ്. അതാണിപ്പോൾ പ്രശ്നന്നേ. എവിടെ തിരിഞ്ഞാലും ഓരോ പെൺകുട്ടികളുണ്ടാവും എന്നെ നോക്കാൻ. ഇപ്പൊ വേണമെങ്കിൽ നോക്കിക്കോ, ചുറ്റും പെൺപിള്ളേരെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഇയാൾക്കിപ്പോ അത്യാവശ്യം നല്ല പ്രായമില്ലേ? താനിങ്ങനെ സിംഗിൾ അടിച്ച് നിൽക്കാണ്ട് ആരെങ്കിലുമൊക്കെ വളയ്ക്കാൻ നോക്കടോ. നോക്കണം. അപ്പോൾ വീട്ടിലുള്ള ഈ സഹോദരിമാരോടോ അങ്ങനെ ആരോടും പ്രേമം തോന്നിയിട്ടില്ല? ഏയ്, അവരെൻ്റെ പെങ്ങൾമാരല്ലേ. എനിക്ക് അവരങ്ങനെ കാണാനൊന്നും പറ്റൂല. എങ്കിൽ പിന്നെ ജ്യോതി, ജാനു, ദേവി അവരാരെങ്കിലും? ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ദാ എത്തി, വാ, താൻ വാ. இலகு இலகிலகு இலகு நாகே இலகு இலகண்டே மணிஷிலே இலகு இலகிலகு இலகு நாகே இலகு இலகண்டே மணிஷிலே ഇതെന്താ എൻ്റെ കൈയും കാലും വല്ലാതെ വിറയ്ക്കുന്നത്? എനിക്കെന്തിനാ അവളോടൊപ്പം നൃത്തം ചെയ്യാൻ തോന്നുന്നത്? പോയി കളിക്കണോ? കളിച്ചാലോ? വാ മനു, ഒന്നും നോക്കണ്ട, കളിക്കാം. மணிநாகே கிளகிளகு கரிநாகே கிளகிளகு பாதாள மணிநாகே கரிநாகே கிளகிளகு கிளகிளகு நாகே கிளகிளகிள மணிஷீலே இலகிலகண்ட இலகிலகண்ட இலகு நாகே இலகிலகண்ட மணிஷீலே இலகிலகண்ட இலகு நாகே இலகிலகண்ட மணிஷீலே. അയ്യോ, ഇവരുടെ നൃത്തം കണ്ടിട്ട് എനിക്ക് ആ നാഗരാജാവിൻ്റെ നാഗറാണിയുടെ കഥ കേൾക്കാൻ തോന്നുന്നു മുത്തശ്ശി. ഒന്ന് പറഞ്ഞുതരോ? എല്ലാവരോടും ഞാൻ ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു മുത്തശ്ശിക്ക് അറിയുന്നു. ഒന്ന് പറഞ്ഞു തരാം മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. അങ്ങനെയാണെങ്കിൽ ജ്യോതിക്കും കേൾക്കണം. അതെ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം. അപ്പം എല്ലാവരും ചുറ്റും ഇരിക്കേ, അമ്മമ്മ പറഞ്ഞുതരാം. ആ നാഗരാജാവിൻ്റെയും നാഗറാണിയുടെയും കഥ.
ഇളകില കില 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 കിളക് നാഗേ ഇളകില കില 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 മണിശീലേ ഇളകില കില 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 കിളക് നാഗേ ഇളകില കില 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 മണിശീലേ മണിനാഗേ കിളകിളക് കരിനാഗേ കിളകിളക് പാതാള മണിനാഗേ കരിനാഗേ കിളകിളക് ഇളകില കില 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 കിളക് നാഗേ